നേന്ത്രക്കൊല രണ്ടെണ്ണം ഒരുമിച്ച് പഴുത്തതോടെ പഴത്തിൻ്റെ ഡിമാൻഡ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴം കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്ക് വലിയ എതിർപ്പില്ല. ഇന്ന് ഞാൻ പഴം കൊണ്ടൊരു പായസമായിട്ട് ഉണ്ടാക്കണേ. ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക, പിന്നെ തേങ്ങാപ്പാലും സെറ്റാക്കണം കേട്ടോ. ഞാൻ തേങ്ങ ചിരവാളം മടിക്ക് പൂണ്ടിട്ട് മിക്സിയിലിട്ട് അരക്കുക ചെയ്തേ. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പഴം ഇടുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ശർക്കരപ്പാനി ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തിളച്ചൊക്കെ വരുമ്പോഴാട്ടോ രണ്ടാം പാൽ ചേർക്കേണ്ടത്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് ജീരകം വറുത്തിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി പൊടിച്ചിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാ കൊത്തുകൂടി ഇടുക കേട്ടോ. രണ്ടാം പാലിൽ കുറച്ച് അധികം വെള്ളം കൂടിയുണ്ട്. ഒരു ചെമ്പ് നിറച്ചും പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മധുരത്തിനേക്കാൾ കൂടുതൽ ഒരു പുളി ടേസ്റ്റ് ആട്ടോ ഈ പായസത്തിന്.